ഒരു കാലത്ത് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കി ചോദിച്ചിരുന്നത് ഒറ്റ ചോദ്യമായിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി എന്താണ് നിർമ്മിക്കാൻ കഴിയുക? ആയുധം വേണമെങ്കിൽ വിദേശത്തേക്ക് നോക്കണം, മൊബൈൽ ഫോൺ വേണമെങ്കിൽ ഇറക്കുമതി വേണം, ഇലക്ട്രോണിക് ഘടകങ്ങൾ വേണമെങ്കിൽ വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കണം, ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ ചില പ്രധാന അസംസ്കൃത വസ്തുക്കൾ പോലും പുറത്തുനിന്ന് എത്തിക്കണം. പക്ഷേ ഇന്ന് ലോകം മാറുകയാണ്. യുദ്ധങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, വ്യാപാര തർക്കങ്ങൾ, കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധി മറ്റൊരു രാജ്യത്തെ ഫാക്ടറിയെ പോലും ബാധിക്കുന്ന കാലം. ഇങ്ങനെയൊരു ലോകത്ത് ഇന്ത്യ ഒരു വലിയ തീരുമാനമെടുത്തു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് കുറച്ച് അത് നമുക്ക് തന്നെ നിർമ്മിക്കണം. ഇതാണ് ഇന്ന് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ കഥ. ഇത് വെറുമൊരു മുദ്രാവാക്യത്തിന്റെ കഥയല്ല, രാജ്യത്തിന്റെ നിർമ്മാണശേഷി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന 6 പ്രധാന മേഖലകളുടെ കഥയാണ്. മൊബൈൽ മുതൽ അർദ്ധചാലക ചിപ്പുകൾ വരെ, പ്രതിരോധ ആയുധങ്ങൾ മുതൽ മരുന്നുകൾ വരെ, വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ മുതൽ വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററികൾ വരെ ഇന്ത്യ എന്താണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് നിർമ്മാണം മാറ്റാൻ ശ്രമിക്കുന്നത്? എന്താണ് ഉൽപാദന ബന്ധിത ആനുകൂല്യ പദ്ധതി? ഇന്ത്യക്ക് ശരിക്കും ലോകത്തിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി മാറാൻ കഴിയുമോ? നമുക്ക് നോക്കാം. ആഗോളതലത്തിൽ യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും വിതരണ ശൃംഖലകളെ തകിടം മറിക്കുമ്പോഴും ആഭ്യന്തര നിർമ്മാണ മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വൻ വളർച്ച കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. വികസിത് ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഇറക്കുമതി ആശ്രിതത്വം കുറച്ചുകൊണ്ട് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആഗോള വിതരണ ശൃംഖലകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന 6 നിർണായക മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുന്നത്. രാജ്യം അതിവേഗം ഒരു വികസിത സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിന്റെ ഭാഗമായി നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നൈപുണ്യ വികസന പരിപാടികളുമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. അതിൽ ഒന്നാമത്തെ മേഖല മൊബൈൽ ഫോൺ നിർമ്മാണമാണ്. ഒരിക്കൽ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ വലിയൊരു പങ്കും വിദേശത്ത് നിന്നാണ് എത്തിയിരുന്നത്. ഇന്ന് ആ ചിത്രം എത്രമാത്രം മാറിയെന്ന് കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. 2014-15 ഏകദേശം 18,000 കോടി രൂപയായിരുന്നു ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഉൽപാദനം. 2024-25 അത് ഏകദേശം 5.5 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. കയറ്റുമതിയിലും വലിയ മാറ്റമുണ്ടായി. 2014-15 ഏകദേശം 1,500 കോടി രൂപയുടെ മൊബൈൽ ഫോണുകളായിരുന്നു ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. 2024-25 അത് ഏകദേശം 2 ലക്ഷം കോടി രൂപയായി. അതായത് 10 മടങ്ങ് വർധന. ഇന്ത്യ ഇന്ന് ലോകത്തിലെ പ്രധാന മൊബൈൽ ഫോൺ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇനി രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് അർദ്ധചാലക ചിപ്പുകൾ. ഇനി ഒരു ചോദ്യം, മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ കഴിഞ്ഞു, പക്ഷേ മൊബൈൽ ഫോണിന്റെ തലച്ചോറായ ചിപ്പ് നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? ഇതാണ് ഇന്ത്യ നേരിടുന്ന അടുത്ത വലിയ പരീക്ഷണം. ഇന്ന് ലോകം ചിപ്പുകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാറുകൾക്ക് ചിപ്പ് വേണം, മൊബൈൽ ഫോണുകൾക്ക് ചിപ്പ് വേണം, കൃത്രിമ ബുദ്ധിയുടെ സംവിധാനങ്ങൾക്ക് ചിപ്പ് വേണം, ഉപഗ്രഹങ്ങൾക്ക് ചിപ്പ് വേണം, പ്രതിരോധ സംവിധാനങ്ങൾക്കും ചിപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. ലോകത്തിന്റെ പ്രധാന ചിപ്പുകൾ മറ്റുള്ളവർ നിർമ്മിക്കുമ്പോൾ ഇന്ത്യ വെറും ഉപഭോക്താവായി നിലനിൽക്കണമോ? ഇന്ത്യയുടെ മറുപടി അർദ്ധചാലക നിർമ്മാണത്തിലേക്ക് നേരിട്ട് കടക്കുക. വലിയ നിക്ഷേപങ്ങൾ, നിർമ്മാണശാലകൾ, ചിപ്പ് പരിശോധനയും പാക്കേജിങ്ങും, രൂപകൽപ്പനാ ശേഷി, വിദഗ്ധ തൊഴിലാളികൾ, ഇതെല്ലാം ചേർന്ന ഒരു പുതിയ വ്യവസായ പരിസ്ഥിതി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. വലിയ സാങ്കേതിക വിദ്യ വേണം, വലിയ നിക്ഷേപം വേണം, വർഷങ്ങളുടെ പരിശ്രമം വേണം. പക്ഷേ പ്രധാനപ്പെട്ട മാറ്റം ഇതിനകം തന്നെ ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞു. ചിപ്പ് നിർമ്മാണത്തിന്റെ മത്സരത്തിലേക്ക് ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മേഖല പ്രതിരോധ നിർമ്മാണമാണ്. ഇനി ഏറ്റവും നിർണായകമായൊരു മേഖലയാണിത്, പ്രതിരോധം. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾക്കായി ആ രാജ്യം മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? യുദ്ധകാലത്ത് വിതരണം തടസ്സപ്പെട്ടാൽ, മറ്റൊരു രാജ്യം സാങ്കേതിക വിദ്യ നൽകുന്നത് നിർത്തിയാൽ, ആവശ്യ ഘടകങ്ങൾ ലഭിക്കാതെ വന്നാൽ, ഇത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, ഇത് രാജ്യത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. അതിനാലാണ് ഇന്ത്യ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, പീരങ്കി സംവിധാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ തദ്ദേശീയ നിർമ്മാണ ശേഷി വളർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം റെക്കോർഡ് നിലയിലെത്തിയതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. അതോടൊപ്പം പ്രതിരോധ കയറ്റുമതിയിലും വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ ഇന്ത്യ പ്രധാനമായും ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യമായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നു. ഇതാണ് മാറ്റത്തിന്റെ ഏറ്റവും വലിയ സൂചന. ഇനി നാലാമത്തെ മേഖല ഔഷധ നിർമ്മാണം. ലോകം ഇന്ത്യയെ ഇതിനകം തന്നെ തിരിച്ചറിയുന്ന ഒരു മേഖല മരുന്ന് നിർമ്മാണമാണ്. ലോകത്തിന്റെ പല ഭാഗ
ഭാഗങ്ങളിലേക്കും കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ എത്തിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഇവിടെയും ഒരു വെല്ലുവിളിയുണ്ട്. മരുന്നുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചാലും അവ നിർമ്മിക്കാൻ ആവശ്യമായ ചില പ്രധാന അസംസ്കൃത വസ്തുക്കൾ പുറത്തുനിന്ന് വരേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യം എന്താണ്? മരുന്ന് മാത്രം ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതല്ല, മരുന്ന് നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങളും കൂടുതൽ രാജ്യത്തിനകത്ത് നിർമ്മിക്കുക. ഇതിനായി ഉൽപാദന ബന്ധിത ആനുകൂല്യ പദ്ധതിയിലൂടെ ഔഷധ നിർമ്മാണം, പ്രധാന ഔഷധ ഘടകങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി അഞ്ചാമത്തെ മേഖല പുനരുപയോഗ ഊർജം. ഇനി ഭാവിയുടെ ഏറ്റവും വലിയ പോരാട്ടം ഊർജം. നാളെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയെ നിർണ്ണയിക്കുന്നതിൽ ഊർജ സുരക്ഷയ്ക്ക് വലിയ പങ്കുണ്ടാകും. ഇന്ത്യ സൗരോർജത്തിന്റെ ഉപയോഗം അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും അതേ ചോദ്യം, സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു, പക്ഷേ ആ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ട ഉപകരണങ്ങൾ തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് വാങ്ങേണ്ടി വന്നാൽ? അതുകൊണ്ടാണ് ഇന്ത്യ സൗരോർജ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി ആറാമത്തെ മേഖല വാഹനങ്ങളും ബാറ്ററികളുമാണ്. ഇന്ത്യക്ക് നേരത്തെ തന്നെ വലിയ നിർമ്മാണ അടിത്തറയുള്ള മേഖലയാണിത്, വാഹന നിർമ്മാണം. പക്ഷേ ലോകം ഇപ്പോൾ വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, വൈദ്യുത വാഹനം നിർമ്മിക്കാം, പക്ഷേ അതിന്റെ ബാറ്ററിയിലെ പ്രധാന ഘടകങ്ങൾ, ഗതാഗത സംവിധാനം വേണം, സാങ്കേതിക വിദ്യ വേണം. ഇതെല്ലാം ഒരുമിച്ചാണ് ഒരു യഥാർത്ഥ നിർമ്മാണ ശക്തി രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു സത്യം പറയണം. ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യ പൂർണ്ണമായും സ്വയം പര്യാപ്തമായി കഴിഞ്ഞു? തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. യഥാർത്ഥ മത്സരം ഇപ്പോഴാണ്. വെറും ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നതിൽ നിന്ന് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് എന്നതിലേക്ക്, അവിടെ നിന്ന് ഇന്ത്യയിൽ കണ്ടുപിടിച്ചത് എന്നതിലേക്ക്, അവിടെ എത്തിയാലാണ് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ കഥ ഇനിയും പൂർത്തിയാവുക എന്ന് പറയാം. കയറ്റുമതി വർദ്ധിപ്പിക്കുക, പ്രകടനം കാണിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം നേടുക, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വിവിധ മേഖലകളിലായി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പദ്ധതികളിലൂടെ വലിയ തോതിൽ നിക്ഷേപവും ഉൽപാദനവും കയറ്റുമതിയും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പദ്ധതി വിജയിച്ചു എന്ന് പറയാനുള്ള യഥാർത്ഥ അളവുകോൽ എന്താണ്? സർക്കാർ ആനുകൂല്യം നൽകിയോ എന്നതല്ല, ആഗോള വിപണിയിൽ ഇന്ത്യക്ക് മത്സരിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ത്യക്ക് ഇതിൽ വിജയിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ട്. ലോകം ഇന്ന് പഴയ ലോകമല്ല. ഒരു രാജ്യത്ത് യുദ്ധം, മറ്റൊരു രാജ്യത്ത് വ്യാപാര നിയന്ത്രണം, മറ്റൊരിടത്ത് രാഷ്ട്രീയ പ്രതിസന്ധി, കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ലോകത്തിന്റെ മറുവശത്തുള്ള ഫാക്ടറിയിൽ ഉൽപാദനം നിൽക്കാം. അതിനാൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ ശക്തി എന്താണ്? സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷി, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കാത്ത ശേഷി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ 6 മേഖലകൾ ഇത്ര പ്രധാനപ്പെട്ടത്. മൊബൈൽ നിർമ്മാണം, അർദ്ധചാലക ചിപ്പുകൾ, പ്രതിരോധം, ഔഷധ നിർമ്മാണം, പുനരുപയോഗ ഊർജം, വാഹനങ്ങളും ബാറ്ററികളും, അങ്ങനെ ഈ 6 വ്യവസായങ്ങളല്ല ഇത്. ശരിക്കും ഇന്ത്യയുടെ അടുത്ത സാമ്പത്തിക ശക്തിയുടെ 6 തൂണുകളാണിവ. ഒരു കാലത്ത് ലോകം ചോദിച്ചു, ഇന്ത്യ എന്താണ് നിർമ്മിക്കുന്നത്? ഇന്ന് ചോദ്യം പതുക്കെ മാറുകയാണ്, ഇന്ത്യ ലോകത്തിന് എന്താണ് നിർമ്മിച്ച് നൽകാൻ പോകുന്നത്? ഇതാണ് യഥാർത്ഥ മാറ്റം. പക്ഷെ യാത്ര തീർന്നിട്ടില്ല. ഇനി ഇന്ത്യക്ക് ചെയ്യാനുള്ളത് വളരെ വലുതാണ്. ഇറക്കുമതിയിൽ നിന്ന് നിർമ്മാണത്തിലേക്ക്, നിർമ്മാണത്തിൽ നിന്ന് സാങ്കേതിക വിദ്യയിലേക്ക്, സാങ്കേതിക വിദ്യയിൽ നിന്ന് കണ്ടുപിടുത്തത്തിലേക്ക്, കണ്ടുപിടുത്തത്തിൽ നിന്ന് ലോക നേതൃത്വത്തിലേക്ക്. അതാണ് അടുത്ത പോരാട്ടം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ആ മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിങ്ങനെ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രതിസന്ധികളിൽ തളരാതെ ഓരോ മേഖലയിലും നമ്മുടെ ഇന്ത്യ ഇങ്ങനെ സ്വന്തം കരുത്ത് മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഒട്ടും പതറാത്ത ആ ഒരു ഭരണ നേതൃത്വം, അതുതന്നെയാണ് ഈ ഒരു മേഖലകളുടെ കഴിവ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും മോദി സർക്കാരിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.